ഘട്ടം ഘട്ടമായി ഷാരോണിനെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. 18 സാഹചര്യ തെളിവുകൾ തെളിഞ്ഞു. അതായത് ഇതിൽ സാഹചര്യ തെളിവുകൾ എങ്ങനെയാണ് സമർത്ഥിക്കുക, അതിൻ്റെ വ്യക്തത കൈവരിക്കുക, സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച് ഇങ്ങനെ ഒരു വലിയ ശിക്ഷ കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് തെളിവ് എന്ത് എന്ന ചോദ്യമായിരുന്നു പ്രതിഭാഗം ചോദിച്ചിരുന്നത്. 18 സാഹചര്യ തെളിവുകളിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് കോടതി പറയുന്നുണ്ട്. ഷാരോൺ രാജ് അനുഭവിച്ച വേദന ചെറുതല്ല, അത് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞതാണ്. അതായത് കുറച്ചുകൂടി വിനോദ് ഘട്ടം ഘട്ടമായി ഷാരോണിനെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. 48 സാഹചര്യ തെളിവുകൾ, അതായത് ഏതെങ്കിലും ഒരു നിമിഷത്തെ വൈകാരിക വേദനയിലോ സംഘർഷത്തിലോ നടത്തിയ കൊലപാതകമല്ല, സ്ലോ പോയിസണിംഗ്, അതായത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ വേദന മുഴുവൻ സഹിച്ചുകൊണ്ട് ഷാരോൺ മരിക്കണമെന്ന് തീരുമാനിക്കുക. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു കോടതി. പലതവണ വധശ്രമം നടത്തിയതോടുകൂടി വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷോഭത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്ന എല്ലാ വാദങ്ങളെയും ഒറ്റയടിക്ക് തള്ളിക്കളയുന്നു. വീണ്ടും വരുന്നു. ഷാരോണിന്റെ ലൈംഗിക അവയവത്തിൽ വരെ വേദനയുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രീഷ്മ എന്താണോ സെർച്ച് ചെയ്തത് അത് തന്നെ ഷാരോൺ ആശുപത്രിയിൽ അനുഭവിച്ചു. അതായത് ഈ സ്ലോ പോയിസണിങ്ങിലൂടെ ഈ വേദന മുഴുവൻ അനുഭവിച്ച ശേഷം വേണം ഷാരോൺ മരിക്കണം എന്ന് തീരുമാനിച്ചിട്ടു നടത്തിയ നീക്കങ്ങൾ, അതിക്രൂരമായിട്ടുള്ള നീക്കം. അതായത് വധം, കൊലപാതകത്തിനപ്പുറത്തേക്ക് ഈ തുടർച്ചയായിട്ടുള്ള ഒരു വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു മോട്ടീവ് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി കടക്കുന്നു. നടന്നത് സമർത്ഥമായിട്ടുള്ള കൊലപാതകം, ആ തരത്തിൽ വളരെ ടാക്ടിക്സോടുകൂടി നടത്തിയ ഒരു കൊലപാതകമാണ്, ബുദ്ധിശാലിയായിട്ടുള്ള കൊലപാതകി എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി കടക്കുന്നു. എങ്ങനെയാണ് കോടതി വിധി പുറത്തേക്ക് വരുമ്പോഴൊക്കെ വിധി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനോദ് കോടതിയുടെ അകത്തല്ലാത്തത് കൊണ്ട് ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ കോടതിക്കകത്തുണ്ടല്ലേ? അപർണ, ജഡ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യമായാണ് ഒരു ഇരയുടെ കുടുംബാംഗങ്ങളെ താൻ കോടതി മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതായത് ഈ വിധി വായിക്കുമ്പോൾ അവർ കൂടി ആ കോടതി മുറിക്കുള്ളിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടന്നത് സമർത്ഥമായ ഒരു കൊലപാതകമാണെന്ന ഏറ്റവും ഒടുവിലത്തെ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഷാരോണിൻ്റെ ലൈംഗിക അവയവത്തിൽ വരെ വേദനയുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് നാവ് മുതൽ ആ യുവാവിൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ അഴുകിപ്പോകുന്ന നിലയിലേക്ക് മാറിയിരുന്നു. ഒരാൾ അനുഭവിക്കുന്ന വേദന, ഗ്രീഷ്മ എന്താണോ സെർച്ച് ചെയ്തത് അതേ വേദനയാണ്, അത് തന്നെയാണ് ആ കാര്യത്തിൽ സെർച്ച് ചെയ്തത്, എന്താണ് മനസ്സിലാക്കിയത് ആ വേദനയാണ് ഷാരോൺ അനുഭവിച്ചത്. അപ്പോൾ ബോധപൂർവം ഇതിങ്ങനെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിയോട് ഇത് ചെയ്യുന്നു. ഇത് ആദ്യത്തെ ഒരു ശിക്ഷ വരുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് തട്ടിക്കൊണ്ടു പോകലിന് 10 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുന്നുണ്ട്. അപർണ, ആദ്യത്തെ ഒരു വകുപ്പിൽ അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് 5 വർഷം, രണ്ടാമതൊരു ശിക്ഷ കൂടി വന്നിരിക്കുന്നു. അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് 5 വർഷവും തട്ടിക്കൊണ്ടു പോകലിന് 10 വർഷവും. അതായത് വിളിച്ചു വരുത്തുകയായിരുന്നു, അത് തട്ടിക്കൊണ്ടു പോകലിൻ്റെ ഇതിൽ വരും, അതിൻ്റെ ആ ഗണത്തിലാണ് വരുന്നത്. ബോധപൂർവം ചാറ്റ് ചെയ്ത് ഫോണിലൂടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു, ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുകയായിരുന്നു. അത് 50,000 രൂപ പിഴ വരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ ഗണത്തിലാണ് അത് വരുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്, അതിൽ 10 വർഷം തടവ് ശിക്ഷ വിധിക്കുന്നു. അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് 5 വർഷം 50,000 രൂപയുടെ പിഴ ഈ വകുപ്പുകളിലായി വിധിക്കുന്നുണ്ട്. കൂടുതൽ തൂക്കുകയർ വധശിക്ഷ, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധിച്ചിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അപൂർവങ്ങൾ